ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണ്. എന്നാൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് പിസ്സയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ എനിക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തക്കാളി, ക്യാപ്സിക്കം, സവാള, വെളുത്തുള്ളി ഇത്രയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളെ ഹോം മെയ്ഡായിട്ട് എങ്ങനെ നല്ലൊരു പിസ്സ സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കണേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ കാണിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് പിസ്സയുടെ ടോപ്പിങ്ങിന് വേണ്ട കുറച്ച് സവാളയും ക്യാപ്സിക്കവും ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ടൊമാറ്റോൻ്റെ ഉള്ളിലെ പൾപ്പ് നമ്മൾ മാറ്റിയിട്ടാണ് ഇതേപോലെ 4 ആക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത്. ഇനി എടുത്തിരിക്കുന്നത് സ്ലൈസ് ചീസും മൊസറല്ല ചീസുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിസ്സ ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. കാരണം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതായത് പിസ്സയുടെ സോസൊക്കെ അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും. അതിനുശേഷം ഒരു സ്ലൈസ് ബ്രെഡിലേക്ക് നമ്മുടെ ഒരു സ്ലൈസ് ചീസും അതുപോലെ കുറച്ച് നമ്മൾ മൊസറല്ല ചീസും അതുപോലെ ഒറിഗാനോയും കുറച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ അടുത്തൊരു ബ്രെഡ് ഇട്ടിട്ട് അതിലേക്ക് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സയുടെ സോസും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതിലേക്ക് നമ്മൾ ടോപ്പിങ്സ് നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂമോ ചിക്കനോ കോണോ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്രൈ ചെയ്യുന്ന പാൻ ഉണ്ടല്ലോ അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ആ ഒരു ചീസൊക്കെ മെൽറ്റ് ആകുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ ഇവിടെ തയ്യാറാകും. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും. നമ്മൾ ബ്രെഡ് നോർമലി പിസ്സ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ മാവൊക്കെ കുഴച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം. ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്